ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഒരു വൈറസിൽ നിന്നാണ് നമുക്ക് ഈ ഒരു എലിപ്പനി നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു പ്രത്യേകിച്ചും വെള്ളക്കെട്ടിൽ വർക്ക് ചെയ്യുന്നവർ, പൊതുവേ നമ്മളിപ്പോൾ കാണുന്ന എന്താ പറയുക, കുറ്റിക്കാടുകളൊക്കെ വൃത്തിയാക്കാനായിട്ട് പോകുന്നവർ, പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളെ പോലെയുള്ള അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കാലിൽ എപ്പോഴും ബെയർ ഫൂട്ടായിട്ട് നമ്മൾ പോകുമ്പോൾ, അതായത് ഒരു ബൂട്ട്സ് ഉപയോഗിക്കാതെ, അഥവാ കാലിലൊരു ചെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളക്കെട്ടിൽ എലിയുടെ വിസർജ്യ വസ്തുക്കളുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും മൂത്രവും അതുപോലെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ, അത് കൃത്യമായിട്ടും അതിലൂടെ നമുക്ക് എലിപ്പനി പകരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ മുറിവിലൂടെ ഇത് ഉള്ളിൽ പ്രവേശിക്കുകയും ഇത് കൃത്യമായിട്ടും പല ഓർഗൻസിനെ അത് ബാധിക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ ട്രെക്കിങ്ങിന് പോകുന്നവർ, ഈ ഒരു സമയത്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കുന്നവരുണ്ട്, പെറ്റ്സിലൂടെ. അപ്പോൾ അങ്ങനെ ഒക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്കിതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എവിടെയൊക്കെയാണോ എലിയുടെ വിസർജ്യ വസ്തുക്കൾ ഉള്ളത്, അവിടുന്ന് നമ്മുടെ കൈവിരലുകളിലോ കാലിലോ ഒക്കെ മുറിവുകളുണ്ടെങ്കിൽ അതിലൂടെ ഇത് ഉള്ളിലേക്ക് പ്രവേശിക്കുവാനും, എന്തിനാ ആദ്യം കരളിനെ തന്നെയായിരിക്കും ഇത് കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത്. അത് കഴിഞ്ഞാൽ ഹാർട്ടിനും അതേപോലെ തന്നെ ലങ്സിനും ഒരു പക്ഷേ തലച്ചോറിൽ വരെ എത്തിപ്പെടാവുന്ന തരത്തിലേക്ക് വളരെ മോശമായ തരത്തിൽ തകരാറിലാക്കുന്ന ഒരു രോഗം തന്നെയാണ് എലിപ്പനി.